വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 34 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 35 അധ്യായം 1 വാക്യം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ദൈവിക സംസർഗം മനുഷ്യരുടെ ആഗ്രഹമാണ്. ദൈവത്തിൻ്റെ സംസാരം പലപ്പോഴും ജീവിത സാഹചര്യങ്ങളോടും സാമൂഹിക സാഹചര്യങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ദൈവിക ഇടപെടലുകൾ അനുഗ്രഹത്തിൻ്റേത് മാത്രമായിരിക്കത്തില്ല, ഉത്തരവാദിത്വത്തിൻ്റേത് കൂടിയാണ്. ഇന്നത്തെ വായന ഭാഗത്തും നമുക്ക് ഇത്തരമൊരു ദൈവിക ഇടപെടൽ അഥവാ ദൈവിക സംസർഗം കാണുവാനായിട്ട് സാധിക്കുന്നു. യാക്കോബുമായി ദൈവം ഇടപെടുന്ന ഒരു സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ചെയ്തെടുക്കേണ്ടതായ ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. കേവലം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലേക്കും ദൈവിക സംസർഗം ഉണ്ടാകുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ദൈവിക ഇടപെടൽ എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ദൈവിക ഇടപെടൽ ഓർമ്മപ്പെടുത്തലിൻ്റെതായിരുന്നു. തൻ്റെ ഇന്നലെകളുടെ അഥവാ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇവിടെ നടന്നത്. സംഘർഷഭരിതമായ ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് യാക്കോബിനെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇവിടെ യാക്കോബ് താൻ കടന്നുപോയ വഴികൾ നിരാശയോടെയല്ല, നന്ദിപൂർവം ഓർത്തെടുക്കുവാനും തൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുവാനും ശ്രമിക്കുന്നു. മാത്രമല്ല, തൻ്റെ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഓർമ്മകൾ ഇന്നിൻ്റെ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും വിനയാന്വിതനായിട്ട് തീരുന്നു. അതൊരു യഥാർത്ഥ അനുതാപത്തിലേക്കാണ് യാക്കോബിനെ നയിക്കുന്നത്. ജീവിതത്തിലെ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അനുഭവങ്ങൾ ഓർക്കുമ്പോൾ പിറുപിറുപ്പിനേക്കാൾ നമ്മുടെ ഉള്ളങ്ങളിൽ നിറയേണ്ടത് ദൈവിക കരുതലിനെ ഓർത്തുകൊണ്ടുള്ള സ്തുതികളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും കഴിഞ്ഞ കാല അനുഭവങ്ങളിലേക്ക് ഒന്ന് മടങ്ങിച്ചെല്ലുവാൻ, ഒന്ന് തിരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കുമോ? രണ്ടാമതായിട്ട്, ദൈവിക ഇടപെടൽ ഇന്നിൻ്റെ സാധ്യതയും നാളെയുടെ പ്രതീക്ഷയുമാണ്. ദൈവിക ഇടപെടലുകൾ ഇന്നിൻ്റെ സാധ്യതകളെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവിക സംസർഗം തുടർച്ചയായി അനുഭവിച്ച വ്യക്തിയായിരുന്നു യാക്കോബ്. അദ്ദേഹത്തിനിവിടെ പുതിയ ഒരു പേര് ഇസ്രായേൽ എന്ന് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മാത്രമല്ല, സന്താന പുഷ്ടിയുള്ളവരാകുവാനുള്ള ഒരു വലിയ നിയോഗവും ഇവിടെ യാക്കോബിന് ലഭിക്കുന്നുണ്ട്. ആ ദേശത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള വലിയ സാധ്യതകളും യഹോവയായ ദൈവം അവിടെ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവയുടെ എല്ലാം പ്രതികരണമായി യാക്കോബ് ചെയ്യുന്നത് യഥാർത്ഥ ആരാധന ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. അവിടെ യാക്കോബ് ചെയ്യുന്നത് അന്യദേവന്മാരെല്ലാം നീക്കിക്കളഞ്ഞ് ശുദ്ധീകരണത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ യഥാർത്ഥമായ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാല ജീവിത അനുഭവങ്ങൾ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം ആരാധനയാകുന്ന ആത്മസമർപ്പണവും നമ്മിൽ പ്രകടമാകണം. അത് നമ്മെ നാളെയുടെ പ്രതീക്ഷയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. നാളെയുടെ പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ യാക്കോബിനെ പോലെ ദൈവിക സംസർഗം അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ഇന്നിൻ്റെ നിയോഗങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും നല്ല നാളേക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുവാനും ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, യാക്കോബിനെ പോലെ അങ്ങയുമായുള്ള നിരന്തര സംസർഗത്തിൽ ജീവിപ്പാൻ എപ്പോഴും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.